ഈസി ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം ടെക്സ്റ്റാണ്. നമുക്കറിയാം എക്സാമിൻസിനൊക്കെ നമ്മുടെ സ്കൂൾ ബേസിലുള്ള ടെക്സ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 10th ബേസിലുള്ള എക്സാംസ് ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകളൊക്കെ നമ്മളൊന്ന് വായിച്ചിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള പാഠങ്ങൾ തന്നെയാണത്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ 10ാം ക്ലാസ്സിലെ എല്ലാ ടെക്സ്റ്റും ജീവശാസ്ത്രം, പിന്നെ അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ, ഇതുപോലെയുള്ള ടെക്സ്റ്റൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതിൽ നിന്നുമാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ജീവശാസ്ത്രം ഇത് SCRT ടെക്സ്റ്റാണ്. അപ്പം ഇതിൽ നിന്നും വരുന്ന ഒരു പോർഷനാണ് നമ്മൾ മസ്തിഷ്കത്തിൻ്റെ ആ ഒരു പോർഷൻ അല്ലേ. എല്ലാ എക്സാമിൻസിനും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ ഒരു പോർഷൻ. ജീവൽ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. മസ്തിഷ്കത്തിന്റെ ഘടന വിശദീകരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ഓരോ ഭാഗത്തിന്റെയും പ്രത്യേകതയും ധർമ്മങ്ങളും പട്ടികപ്പെടുത്തുക. അപ്പം മസ്തിഷ്കത്തിന്റെ ഈ ഓരോ ഭാഗങ്ങൾക്കും ഓരോ ധർമ്മങ്ങളുണ്ട് അല്ലേ. അപ്പം നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് ഇത്, അതായത് ശരീരത്തിന്റെ തുലന നില, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് ഏത് ഭാഗമാണ്? സെറിബെല്ലം. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു മസ്തിഷ്കത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതെന്താണ് അതിന്റെ ധർമ്മം എന്നും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ സെറിബ്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. സെറിബ്രം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗത്തിനെയാണ് സെറിബ്രം എന്ന് പറയുന്നത്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള പുറംഭാഗത്തെയാണ് ഗ്രേ മാറ്റർ അല്ലെങ്കിൽ കോർട്ടക്സ് എന്നും, വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല അല്ലെങ്കിൽ വൈറ്റ് മാറ്റർ എന്നുമാണ് വിളിക്കുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? സെറിബ്രം എന്ന് പറയുന്നത്. പിന്നെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗവും സെറിബ്രമാണ്. അതാണ് അതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അടുത്തത് തലാമസ് ആണ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുക. ഇതാണ് തലാമസിന്റെ ധർമ്മം എന്നറിയപ്പെടുന്നത്. അടുത്തത് ഹൈപ്പോ തലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്തത് മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്തത് സെറിബെല്ലം ആണ്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. ചുളിവുകളും ചാലുകളും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ധർമ്മമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. ഓക്കെ. ഇതിൽ നിന്നും എന്തായാലും നമ്മളിപ്പം 10th ബേസിലുള്ള എക്സാമിന് ഇതിൽ നിന്ന് എന്തായാലും ബയോളജി ഭാഗത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ മസ്തിഷ്കത്തിന്റെ മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളത് സെറിബ്രോം അതുപോലെ സെറിബെല്ലോം ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.